അപ്പോൾ നമസ്കാരം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പൂവിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഒരു പൂവിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടോ. അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു വയലിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ, എന്താണ് ശരിക്കൊരു വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കിടക്കും പോലെയല്ലേ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റുകളൊക്കെ. പക്ഷേ ഇത് വേസ്റ്റ് അല്ല കേട്ടോ, ഇത് പൂവാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇതിങ്ങനെ ഈ സമയമാകുമ്പം വയലിങ്ങനെ നിറഞ്ഞ് പൂത്ത് കിടക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആമ്പലും മറ്റുള്ള അങ്ങനെയൊക്കെ ഒരു സമയത്ത് കൂടുതലായിട്ട് ഉണ്ടായിട്ട് കിടക്കുന്ന, അതൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന ഒരു സീസണല്ലേ. അപ്പോൾ അതുപോലെ കണ്ടതാ ഈ ഒരു പൂവാണ് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പൂവാണ് ഇങ്ങനെ വയൽ നിറയെ ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. ഇതാ നല്ല വയലറ്റ് നിറത്തുള്ള പൂളാട്ടോ. ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വേസ്റ്റ് ആരോ കൊണ്ടിട്ടാന്ന്. പക്ഷെ വേസ്റ്റ് അല്ല, ഇത് പൂവാണ്. ഒരുപാട് ഉണ്ടാകും ചെയ്ത് കിട്ടും. നോക്കെ എല്ലാ സ്ഥലത്താണ് നിറയെ ഒരു പൂവാട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിനൊക്കെ ഒരു നല്ലൊരു സന്തോഷം കിട്ടുന്നത്. ഞാനതാ ഒരെണ്ണം പോലും ചവിട്ടി മെതിക്കാതെ നടുക്കോടി ഇങ്ങനെ പോയിട്ടാട്ടോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് കണ്ടാ. അതിൻ്റെ ഇത് ലോങ് കണ്ട ഉയരത്തിനുള്ള വിഷയിലൊക്കെ ഉണ്ടോ. ഇതൊക്കെ ഒരു മനുഷ്യൻ പോലും നട്ട് മുളപ്പിക്കാതെ തനിയെ ഉണ്ടായി വന്ന പൂക്കളാണ് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല രസമല്ലേ. സൂപ്പർ ഇട്ടോ, ഒരു രക്ഷയില്ല. ചില സ്ഥലത്തൊക്കെ നല്ല ടൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല തിങ്ങിയിട്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള കറക്റ്റ് റൗണ്ട് ഷേപ്പുള്ള ഒരു പൂവ്. ഒരെണ്ണം പോലും നമുക്കത് ചവിട്ടി ഒന്ന് മെതിക്കാൻ തോന്നില്ല ഈ പൂക്കൾ കണ്ടിട്ടേ. കാരണം ഇതിങ്ങനെ വിടർന്ന് നിൽക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു കാണാൻ ഭംഗി. ഇവിടെയൊക്കെ നല്ല തിക്കിൽ ഇതാ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ടൈറ്റിൽ നിൽക്കട്ടോ. ഇതാ വീട്ടിൻ്റെ നേരെ മുന്നിലുള്ള വയലത് കണ്ടോ. ലോങ്ങിൽ നിന്ന് ശരിക്കും കണ്ടോ, എന്തോ ദൂരോട്ടൊക്കെ കാണുന്ന നിറയെ പോവാ. ആ കൊക്കിൻ്റെ അടുത്ത് കാണുന്നൊക്കെ നിറയെ പോവാ. പക്ഷെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കൊണ്ടിട്ട പോലെ അല്ലേ. അതേ പോത്തണ്ണനാ പറഞ്ഞത്. അപ്പുറത്തൊരു മാവിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വള്ളി പടർന്നിട്ട്, ഇതൊരു വള്ളിച്ചെടി കേട്ടോ. ആ അതിൻ്റെ മുകളിൽ വരെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണേൽ കാണിച്ചു തരാം. ആ കാണുന്നത് നിറയെ പൂ പടർന്ന കേട്ടോ. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.